ഹായ് മകളെ, അങ്ങനെ +1 എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ എക്സാം നിങ്ങൾ പബ്ലിക് എക്സാം എഴുതി വന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും, അതുകൊണ്ട് മിസ്സാക്കരുത്. വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് +1 ഫുൾ എ പ്ലസ് കിട്ടുക അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുക എന്ന ആഗ്രഹത്തോടു കൂടി പോകുമ്പോൾ എനിക്ക് ഈ ഒരു ചാനൽ 100K അടിക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ രണ്ടുപേർക്കും ഒരേ സമയം അത് പോസിബിൾ ആവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ ഞാൻ +1 എടുത്തൊരു സെക്കൻഡ് ലാംഗ്വേജ് ഉറുദു ആയിരുന്നു. അപ്പൊ അന്ന് എനിക്ക് സി മാർക്ക് 2 മാർക്ക് കുറവായിരുന്നു. എന്നാൽ ഞാൻ എഴുതിയിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതി. അതെനിക്ക് ഒരിക്കലും അറിയാത്തൊരു സബ്ജക്റ്റാണ്, പുതിയൊരു ലാംഗ്വേജ് ആണ് ഞാൻ പഠിച്ചത്. ഹിന്ദിയും അതോടൊപ്പം തന്നെ അറബിയും ഒരുമിച്ച് വരുന്നൊരു ഭാഷയായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഹിന്ദിയിൽ എഴുതുന്ന അറബി വാക്കുകൾ ഉപയോഗിച്ചിട്ടൊക്കെ എഴുതുന്ന കുറെ കാര്യങ്ങളാണ്. എന്തായാലും മിക്സ് ആണ്, അതൊന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പൊ സെക്കൻഡ് ലാംഗ്വേജിനെ പറ്റി നിങ്ങൾ വലിയ പേടിക്കേണ്ട. മാർക്ക് വാരിക്കോരി തന്നിട്ടില്ലെങ്കിലും അത്യാവശ്യം നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. കാരണം ആദ്യമായിട്ട് ഞാൻ ലേൺ ചെയ്ത ഒരു ലാംഗ്വേജിൽ എനിക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ മലയാളമൊക്കെ എഴുതുന്ന ആൾക്കാർ വൃത്തിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ള സബ്ജക്റ്റിനേക്കാൾ കുറച്ചുകൂടി അധികം എഴുതാനുണ്ടാവും. പോയിന്റുകളൊക്കെ വൃത്തിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ പറയാന്ന് വിചാരിച്ചാൽ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇടാൻ വേണ്ടിയിട്ട് എന്റെ മാർക്ക് ഷീറ്റ് ഒന്ന് അനലൈസ് ചെയ്ത സമയത്താണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. അതായത് എന്റെ മാത്സിന്റെ മാർക്ക് ഒന്ന് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഇയറിൽ എനിക്ക് കിട്ടിയ മാർക്ക് 18 മാർക്ക് സി മാർക്കും. അത്യാവശ്യം വലിയ കുഴപ്പമില്ല, ആവറേജ് സ്റ്റുഡന്റ് ആയതുകൊണ്ടാണ് സി മാർക്ക് അങ്ങനെ തരുന്നത്. ഞാനൊരു പഠിപ്പിയായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റിനൊക്കെ നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടിയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും 20 മാർക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അഭിമാനം കൊള്ളുന്നു, ഇപ്പൊ ഇവിടെ മാത്സ് പഠിപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ 18 മാർക്ക് സി മാർക്കും 50 മാർക്കാണ് ഞാൻ എഴുതിയിട്ട് കിട്ടിയത്. 60-ലല്ല കേട്ടോ, 80-ലാണ്. സോ ടോട്ടൽ എനിക്ക് കിട്ടിയ മാർക്ക് 63 മാർക്കാണ്. 63 മാർക്ക് 100-ൽ 63 പറയുമ്പോൾ ഏകദേശം ഒരു ബി ഗ്രേഡ് ലെവൽ, ബി ഗ്രേഡ് ബി പ്ലസ് ആ റേഞ്ചിൽ എവിടെയാണ്, ബി ഗ്രേഡ് ആണെന്ന്. ഓക്കെ. സോ എന്നാൽ രണ്ടാമത്തെ ഇയറിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ വർഷം ഞാൻ ട്യൂഷൻ ഒന്നും പോയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു സജഷൻ തരികയാണ്, നിങ്ങൾ നിർബന്ധിക്കുന്നില്ല. ട്യൂഷൻ ഒന്നും പോയിട്ടില്ല. അതിന്റെ എല്ലാ മാർക്കിന്റെ കുറവും എൻ്റെ ലൈഫിൽ ഞാൻ +1 റിസൾട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു ആവറേജ് സ്റ്റുഡന്റ് എപ്പോഴും ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് അത്യാവശ്യമാണ്. അങ്ങനെ +2 ഞാൻ ട്യൂഷനൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു, കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിച്ചു. അപ്പൊ നിങ്ങൾ എന്റെ മാർക്കിലെ ചേഞ്ച് ഒന്ന് നോക്കുക. അപ്പൊ ആ മാർക്കിലെ ചേഞ്ച് എന്ന് പറഞ്ഞത് സി മാർക്കിക്ക് ഒന്നും വലിയ മാർക്ക് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. സി മാർക്കിന് എങ്ങനെയാണെന്ന് ഓർമ്മയില്ല, 18 എന്നാന്ന് തോന്നുന്നു. എന്നാൽ 63 മാർക്ക് എനിക്ക് നേടാൻ പറ്റി. 80-ൽ 63. പിന്നെ ഞാൻ എല്ലാവരോടും ഒരു സത്യം പറയാണ്, +1 കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ +2 ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാവരുടെ ലൈഫിൽ ഞാൻ അങ്ങനെയാണ് അനുഭവിച്ചത്. പക്ഷെ ഡിപ്പെൻസ് ആണ് കേട്ടോ, എല്ലാം പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് കുറച്ചുകൂടി ബോധം വരും, കുറച്ചുകൂടി പഠിക്കണം എന്നുള്ളൊരു ചിന്തകൾ വരും. അതൊക്കെ നമുക്ക് +2 എത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വരും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി മാർക്ക് വാങ്ങും. ട്യൂഷന് പോകാത്ത ആളുകൾക്ക് ചിലപ്പോൾ ട്യൂഷന് പോകും. എന്തായാലും അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഖേദിക്കുന്ന ഒരു കാര്യം, എനിക്ക് ഇതില് +2 എനിക്ക് എ ഗ്രേഡ് ഉണ്ട് മാത്സിൽ. എന്നാൽ +1 എനിക്ക് ബി ഗ്രേഡ് ആയതുകൊണ്ടാണ് ടോട്ടൽ ഗ്രേഡ് B+ലേക്ക് വന്നത്. അപ്പം +1 നല്ല മാർക്ക് വാങ്ങുക എന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇപ്പൊ സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞിട്ടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കാരണം ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളെല്ലാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാം നിങ്ങൾക്ക് വരാനുണ്ട്. സോ ഒരു ദിവസം പോലും നിങ്ങൾ പാഴാക്കാതെ, കാരണം ഇനി നമുക്ക് അങ്ങോട്ട് ദിവസമല്ല, നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് വിചാരിച്ച് കാത്തിരിക്കുകയും ചെയ്ത് അത്രയും വലിയൊരു പണിയാണ് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഇമ്പ്രൂവ്മെന്റ് ഇല്ല നിങ്ങൾക്ക് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്താക്കുക, എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ഇമ്പ്രൂവ്മെന്റിനെ പറ്റി ആലോചിക്കാതെ ഈ എഴുതുന്നതിനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ എക്സാം എന്ന് മനസ്സിലാക്കിയിട്ട് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങൾ എഫേർട്ട് എടുക്കുക. +1 +2 എന്ന് പറയുന്നത് 10ാം ക്ലാസ് പോലെയല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇരുന്ന് പഠിക്കുക. കുറഞ്ഞ സമയം ഉറങ്ങിയാൽ മതി. നിങ്ങൾ ഒരു 5-6 മണിക്കൂർ ഉറങ്ങിയാൽ മതി. പരീക്ഷ തലേന്ന് നിങ്ങൾ അത്യാവശ്യം വൃത്തിയിൽ ഉറങ്ങുക. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ 5-6 മണിക്കൂർ ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം നിങ്ങൾ ചെലവഴിക്കുന്നത് ഒരു വലിയൊരു എന്റർടൈൻമെന്റ് ഒന്നും പോവാതെ ചെറിയൊരു ബ്രേക്ക് എടുക്കാം പഠിക്കുന്ന സമയത്ത്. ബാക്കി ഫുൾ ടൈം നിങ്ങൾ പുസ്തകം എടുത്തുകൊണ്ട് ഓരോ ചാപ്റ്ററും കവർ ചെയ്ത് തന്നെ പോവുക. കാരണം അത് അത്രയും ബെനിഫിറ്റ് ആണ്. ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഒരു കുട്ടിക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ ലൈഫിൽ. ഞാൻ ഖേദിക്കുന്ന കാര്യം നിങ്ങൾ ഖേദിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് അത് നോട്ട് ചെയ്തുകൊണ്ട് ഓരോ പകലും ഓരോ രാത്രിയും ഓരോ മൊമെന്റുകളും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കാമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് എങ്ങനെ ഉണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൂടുതൽ ഉപകാരപ്പെടാനുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും ഈ ചാനൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ഷാദ് റംസാൻ ഫ്രം ഈസി മാത്സ്. ബൈ. സൈലത്തിലേക്ക് നല്ല ക്ലാസ്സുകളൊക്കെ അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ക്ലാസ്സുകളും കാണാം. എന്നാലും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് സൈലത്തിലേക്ക്. അവിടെ എല്ലാ സബ്ജക്റ്റുകളുടെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്.